പേരോട് അതുമല്ല പറഞ്ഞേ. ഇബ്നു ഹജർ എന്ന് പറഞ്ഞാൽ രണ്ട് ഇബ്നു ഹജറുടെ മഷൂറ. ഒന്ന് ഇബ്നു ഹജർ അൽ അസ്കലാനി, മറ്റൊന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി. രണ്ടാളും വലിയ ആളാണ്, രണ്ടും മഹാപണ്ഡിതന്മാരാണ്. എന്നിട്ട് പറയാം ഇബ്നു ഹജർ അൽ അസ്കലാനി വളരെ സത്യം പറയുന്ന ആളാണ്. ഇബ്നു ഹജർ അൽ ഹൈതമി വ്യക്തി താല്പര്യത്തിന് വേണ്ടി കളവൊക്കെ പറയുന്നു, പലരും പറയുന്നുണ്ട്. മഅദല്ലാഹ്, എത്ര വലിയ അപകടമാണ് ഈ വാദം. ഇവനെയാണോ സമസ്ത, നിങ്ങളുടെ സമസ്തന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞ് നടക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇതിന്റെ ഗൗരവം എത്രമാത്രം അപകടമാണത്. ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ ഒരാളെ വെറുതെ വിമർശിക്കാൻ കള്ളം പറയുന്ന ആളാണെന്ന് കുപ്രചരണം ശത്രുക്കൾ അഴിച്ചുവിട്ടതിനെ ഒരു സുന്നി പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിയാണ് ഞാൻ സുന്നിയാണെന്ന് പറഞ്ഞ ഒരാൾ നെഞ്ചേറ്റി, എന്നിട്ട് ഇമാം ബുഖാരി തങ്ങളെ പേരിലുള്ള സ്ഥാപനത്തിലിരുന്ന് വലിയ വയല് പറയുന്ന ഒരു വായാടി അപ്പുറത്തെ കസേരയിലും ഇപ്പുറത്ത് മറ്റൊരാളെ ചെയറിലും ഇരുന്ന് ഈ കേരളം മലീമസമാകാൻ എന്ത് വേണം? എത്ര അപകടം പിടിച്ച വാദമാണ്. ഇബ്നു ഹജർ കള്ളം പറയുന്ന ആളാണ് എന്നല്ലേ പറഞ്ഞു വെച്ചത്. ബഹാനരായ നമ്മുടെ ഉസ്താദുമാർ, എം.എ. ഉസ്താദ് അന്നുള്ള വാദത്തെ ഗണ്ണിച്ചു. ഇബ്നു തൈമിയുടെ വാദങ്ങൾ നിരത്തിവെച്ച ശേഷമാണ് ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പിഴച്ച ആളാണെന്ന് ഫതാവയിൽ പ്രഖ്യാപിച്ചത് എം.എ. ഉസ്താദ്. എന്നിരിക്കെ ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് ബാലിശമാണ്, അത് സ്വീകരിക്കാൻ പാടില്ല. അതിനേക്കാൾ ഒരു പടി മുന്നോട്ടാണ് ഇയാൾ പറഞ്ഞത് ഇബ്നു ഹജർ തങ്ങൾ കള്ളം പറയുന്ന വ്യക്തിയാണ്.